നമസ്കാരം, വെൽക്കം ടു വോക്കാസ്പീഡിയ. ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സിൽ കേരളവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരമാണ് കേരള പുരസ്കാരം. 2025 കേരള പുരസ്കാരത്തെക്കുറിച്ചും ഈ പുരസ്കാരവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ വിവരങ്ങളുമാണ് ഈ ഒരു ക്ലാസ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ കേരള പുരസ്കാരം നമുക്കറിയാം, പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ കേരളത്തിലെ വിവിധ മേഖലകളിൽ പ്രഗത്ഭരായ വ്യക്തികൾക്ക് നൽകുന്ന ഒരു പുരസ്കാരമാണ്. എല്ലാ വർഷവും നവംബർ 1 അതാത് വർഷത്തെ പുരസ്കാരം പ്രഖ്യാപിക്കുന്നത്. സോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏത് വർഷത്തെയാണ്? 2025. അപ്പൊ 2025 ജേതാക്കളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഈ ഒരു ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ വൈഡ് ആയിട്ടുള്ള ഒരു അവാർഡ് ആയതുകൊണ്ട് തന്നെ എക്സാമിന് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ടോപ്പിക് ആണ്. മുൻപ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 2025 ആകെ 8 പേർക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഈ പുരസ്കാരത്തിന്റെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നതിനാണ് പരമാവധി 10 പേർക്ക് വരെ കൊടുക്കാന്നാണ് ടോട്ടൽ പുരസ്കാരം. അപ്പം ഈ പുരസ്കാരം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പത്മ പുരസ്കാരങ്ങൾ നമുക്കറിയാം, പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ. ഇതേപോലെ ഇതിലെ ഹയസ്റ്റ് അവാർഡായിട്ട് കേരള ജ്യോതി, സെക്കൻഡ് അവാർഡായിട്ട് കേരള പ്രഭ, തേർഡ് അവാർഡ് കേരള ശ്രീ. ഇങ്ങനെ 3 അവാർഡാണ്. കേരള ജ്യോതി 2025 ലഭിച്ചത് ഒരാൾക്കാണ്. കേരള ജ്യോതി പുരസ്കാരം പരമാവധി ഒരാൾക്ക് നൽകുന്ന രീതിയിലാണ് അത് പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. കേരള പ്രഭ പുരസ്കാരം 2 പേർക്ക് ലഭിച്ചു. അതേപോലെ കേരള ശ്രീ പുരസ്കാരം 5 പേർക്ക് ലഭിച്ചു. അങ്ങനെ 8 പേരാണ് ജേതാക്കൾ. ഏത് അവാർഡായാലും, പ്രത്യേകിച്ച് പത്മ അവാർഡ്സ്, ഇങ്ങനെ എണ്ണത്തിൽ കൂടുതലുള്ളതെല്ലാം പഠിക്കുമ്പോൾ ഈ നമ്പേഴ്സിന് വളരെ പ്രാധാന്യമുണ്ട്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്ന സമയത്ത് ഈ പോയിന്റുകൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പോൾ 2025 ആകെ എത്ര പേർക്കാണ് കേരള പുരസ്കാരം? 8 പേർക്ക്. കേരള ജ്യോതി ഒരാൾ, കേരള പ്രഭ 2 പേർ, കേരള ശ്രീ 5 പേർ. അപ്പൊ ഇനി ഓരോ വ്യക്തികളെ കുറിച്ചുമാണ് നമ്മൾ എടുത്ത് പഠിക്കേണ്ടത്. കേരള ജ്യോതി ഒരാൾക്കാണെന്ന് പഠിച്ചു, ഡോക്ടർ MR രാഘവ വാര്യർ. എല്ലാ വർഷവും ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇയർ തന്നിട്ട് ആ വർഷത്തെ കേരള ജ്യോതി പുരസ്കാര ജേതാവാരെന്ന് ചോദിക്കും. അപ്പോൾ 2025 കേരള ജ്യോതി പുരസ്കാര ജേതാവാരാണ്? ഡോക്ടർ MR രാഘവ വാര്യർ. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. വിദ്യാഭ്യാസ വിദഗ്ധനാണ് ഡോക്ടർ MR രാഘവ വാര്യർ. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചില കൃതികളൊക്കെ ഉണ്ട്. അശോകന്റെ ധർമ്മശാസ്ത്രങ്ങൾ ഒരു കൃതിയുടെ പേരാണ്. വടക്കൻ പാട്ടുകളിലെ പണിയാല മറ്റൊരു കൃതിയാണ്. കേരളീയത ചരിത്രമാനങ്ങൾ, അതേപോലെ മധ്യകാല കേരളം, സമ്പത്ത്, സമൂഹം, സംസ്കാരം. ഇതൊക്കെ MR രാഘവ വാര്യരുടെ പ്രശസ്തമായ കൃതികളാണ്. അശോകന്റെ ധർമ്മശാസ്ത്രങ്ങൾ, വടക്കൻ പാട്ടുകളുടെ പണിയാല, കേരളീയത ചരിത്രമാനങ്ങൾ, മധ്യകാല കേരളം, സമ്പത്ത്, സമൂഹം, സംസ്കാരം. അപ്പോൾ ഒറ്റ വീടിൽ ഒരേ ഒരാൾക്കാണ് കേരള ജ്യോതി പുരസ്കാരം കൊടുക്കാറുള്ളത്. 2025 കേരള ജ്യോതി ആർക്ക് ലഭിച്ചു? ഡോക്ടർ MR രാഘവ വാര്യർ. ഡോക്ടർ MR രാഘവ വാര്യർ. മേഖല വിദ്യാഭ്യാസമാണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ കൃതികളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഒന്ന് മാറിയല്ലോ. ഇനി അടുത്തത് കേരള പ്രഭ 2 പേർക്കാണെന്ന് പറഞ്ഞു. ഒന്ന് PB അനീഷ്, കൃഷിയുമായി ബന്ധപ്പെട്ട് ആണ് പുരസ്കാരം, കർഷകനാണ് PB അനീഷ്. 2 രാജശ്രീ വാര്യർ, കലാമേഖലയിലാണ് പുരസ്കാരം. ഈ മേഖലകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. പത്മ പുരസ്കാരങ്ങൾ ക്വസ്റ്റ്യൻ വരുമ്പോഴും പലപ്പോഴും ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുമ്പോൾ ഈ മേഖലകൾ മാറ്റിയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കാൻ നല്ല സാധ്യതയുള്ളതാണ്. അപ്പോൾ PB അനീഷ് മേഖല ഏതാണ്? കൃഷി. രാജശ്രീ വാര്യർ കലയാണ്. അവിടെ കലയിൽ തന്നെ ഭരതനാട്യ കലാകാരിയാണ് രാജശ്രീ വാര്യർ. ശ്രദ്ധിച്ചോണം, രാജശ്രീ വാര്യർ ഭരതനാട്യ കലാകാരിയാണ്. രാജശ്രീ വാര്യർ ഭരതനാട്യ കലാകാരിയാണ്. ഇപ്പോൾ കേരള പ്രഭ പുരസ്കാരം 2 പേർക്കാണ്. PB അനീഷ് മേഖല കൃഷി, രാജശ്രീ വാര്യർ മേഖല കല, ഭരതനാട്യ കലാകാരിയാണ്. ഇനി അപ്പൊ നമ്മൾ ടോട്ടൽ 8 പേരിൽ 3 പേരെ പഠിച്ചു. ഇനി അടുത്ത 5 പേർക്കാണ് കേരള ശ്രീ പുരസ്കാരം എന്ന് പറഞ്ഞു. ഒന്ന് ശശികുമാർ. ഇദ്ദേഹത്തെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ടെലിവിഷൻ മേഖലയിലൂടെയൊക്കെ പ്രസിദ്ധനായ വ്യക്തിയാണ് ശശികുമാർ. മേഖല മാധ്യമ പ്രവർത്തനം. നമുക്കറിയാം കേരളത്തിലെ ആദ്യത്തെ ഉപഗ്രഹ ചാനലാണ് ഇത്, ഏഷ്യാനെറ്റ്. ഏഷ്യാനെറ്റിന്റെ സ്ഥാപകരിൽ പ്രമുഖനായിരുന്നു ശശികുമാർ. അപ്പോൾ ശശികുമാർ എന്ന വ്യക്തി എല്ലാവർക്കും അറിയാവുന്നതാണ്. മാധ്യമ പ്രവർത്തനമാണ് മേഖല. കേരളത്തിലെ ആദ്യത്തെ ഉപഗ്രഹ ചാനൽ, നമുക്കറിയാം കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ചാനൽ എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. ഇന്ത്യയിൽ തന്നെ ഒരു പ്രാദേശിക ഭാഷയിൽ ആദ്യത്തെ ഉപഗ്രഹ ചാനൽ എന്നൊക്കെയാണ് ഏഷ്യാനെറ്റിനെ അറിയപ്പെടുന്നത്. ഏഷ്യാനെറ്റിന്റെ സ്ഥാപകരിൽ പ്രമുഖനായ വ്യക്തിയായിരുന്നു ശശികുമാർ. 2
ഷാഹൽ ഹസൻ മുസ്ലിയാർ. ഷാഹൽ ഹസൻ മുസ്ലിയാർ അത് വിദ്യാഭ്യാസ മേഖലയിലാണ്. TKM ട്രസ്റ്റിന്റെ സ്ഥാപകനാണ്. തങ്ങൽ കുഞ്ഞു മുസ്ലിയാർ ട്രസ്റ്റ് അറിയാലോ. TKM എഞ്ചിനീയറിംഗ് കോളേജ്, TKM കോളേജ്, സ്കൂളുകളൊക്കെ ഉണ്ട്. കൊല്ലത്ത് കരിക്കോട് സ്ഥിതി ചെയ്യുന്ന TKM എഞ്ചിനീയറിംഗ് കോളേജാണ് കേരളത്തിലെ ആദ്യത്തെ എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജ്. കേരളത്തിൽ ഈ അഡ്മിഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടുമ്പോൾ ഫസ്റ്റ് എല്ലാവരും ചൂസ് ചെയ്യുന്നത് ഒന്ന് CET എഞ്ചിനീയറിംഗ് കോളേജ് ട്രിവാൻഡ്രം, പിന്നീട് TKM എഞ്ചിനീയറിംഗ് കോളേജ്, RIT പാമ്പാടി, അങ്ങനെയുള്ള കോളേജുകളാണ് ചൂസ് ചെയ്യുന്നത്. അങ്ങനെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ TKMന്റെ അണ്ടറിലുണ്ട്. അപ്പൊ നിലവിലെ TKM ട്രസ്റ്റിന്റെ മേധാവിയാണ് ഷാഹൽ ഹസൻ മുസ്ലിയാർ. മേഖല വിദ്യാഭ്യാസം. 3 MK വിമൽ ഗോവിന്ദ്. അപ്പൊ ഈ ശ്രദ്ധിച്ചോണം, ഈ വ്യക്തികളുടെയൊക്കെ പേരിന് വലിയ പ്രാധാന്യമുണ്ട്. സംരംഭ മേഖലയിലാണ് പുരസ്കാരം. ഇദ്ദേഹം സ്ഥാപിച്ച സ്റ്റാർട്ടപ്പ് ആണ് ജെൻഡ്രോ ബോട്ടി എന്നാണ് സ്റ്റാർട്ടപ്പിന്റെ പേര്. ജെൻഡ്രോ ബോട്ടി. MK വിമൽ ഗോവിന്ദ്. ഈ ജെൻഡ്രോ ബോട്ടി വികസിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ റോബോട്ടിക് സ്കാവഞ്ചറിന്റെ പേരാണ് ബാൻഡികൂട്ട് എന്നാണ് അതിന്റെ പേര്. ബാൻഡികൂട്ട്. ലോകത്തിലെ ആദ്യത്തെ റോബോട്ടിക് സ്കാവഞ്ചർ ആണ് ബാൻഡികൂട്ട്. അത് ഈ ജെൻഡ്രോ ബോട്ടി എന്ന് പറയുന്ന ഇവരുടെ സ്ഥാപനം, അതായത് MK വിമൽ ഗോവിന്ദിന്റെ സംരംഭം, സ്റ്റാർട്ടപ്പ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. 3 പേരായി. ശശികുമാർ. മേഖല ഏതാണ്? മാധ്യമ പ്രവർത്തനം. ശശികുമാർ മേഖല ഏതാണ്? മാധ്യമ പ്രവർത്തനം. കേരളത്തിലെ ആദ്യത്തെ ഉപഗ്രഹ ചാനലായ ഏഷ്യാനെറ്റിന്റെ സ്ഥാപകരിൽ പ്രമുഖനാണ് ആര്? ശശികുമാർ. ആ പേര് എളുപ്പമാണ്. ഷാഹൽ ഹസൻ മുസ്ലിയാർ. മേഖല വിദ്യാഭ്യാസം. ഷാഹൽ ഹസൻ മുസ്ലിയാർ മേഖല വിദ്യാഭ്യാസം. TKM ട്രസ്റ്റിന്റെ മേധാവിയാണ്. MK വിമൽ ഗോവിന്ദ് മേഖല സംരംഭമാണ്. ജെൻഡ്രോ ബോട്ടി എന്ന് പറയുന്ന ഒരു സംരംഭത്തിന്റെ സ്ഥാപകനാണ് അദ്ദേഹം. അതേപോലെ ഇത് വികസിപ്പിച്ച, ഈ ഒരു സ്ഥാപനം വികസിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ റോബോട്ടിക് സ്കാവഞ്ചറിന്റെ പേരാണ് ബാൻഡികൂട്ട് എന്നാണ് അതിന്റെ പേര്. 4ാമത്തെ വ്യക്തി ജിലുമോൾ മാരിയറ്റ് തോമസ്. ഇൻഫ്ലുവൻസർ ആണ്. സോ സാമൂഹ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട മേഖലയാണ്. ഈ ജിലുമോളിനെ എല്ലാവർക്കും അറിയാവുന്നതാണ്. കൈ ഇല്ല, എന്നാൽ കാറ് ഓടിക്കാനുള്ള ലൈസൻസ് സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിയാണ് ജിലുമോൾ മാരിയറ്റ് തോമസ്. ഇൻഫ്ലുവൻസർ. ഇനി മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സൺ അഭിലാഷ് ടോമി. കായികം. നമുക്കറിയാം, അഭിലാഷ് ടോമി എന്ന് പറയുമ്പോഴേ പായ്വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരനാണ്. 2012 നവംബർ മുതൽ 2013 മാർച്ച് 31 വരെ ആ പായ്വഞ്ചിയുടെ പേര് മഥേയി എന്നായിരുന്നു. മഥേയി. ഇതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അഭിലാഷ് ടോമി. പിന്നെ അഭിലാഷ് ടോമിയെ കുറിച്ച് റീസെന്റ് നമ്മൾ കേട്ട ഒരു വലിയ അപ്ഡേഷൻ ഉണ്ട്. ഇന്ത്യയുടെ മാരിഡ് സ്പേസ് മിഷൻ, അതായത് ഗഗൻയാൻ മിഷന്റെ സാങ്കേതിക ഉപദേഷ്ടാവായി റീസെന്റ് അഭിലാഷ് ടോമി അപ്പോയിന്റ് ചെയ്തിരുന്നു. അതായത് ഈ മിഷന് ശേഷം സഞ്ചാരികൾ വന്ന് തിരിച്ചിറങ്ങുന്ന കടലിലാണ്. നമ്മൾ ഏത് മിഷൻ കണ്ടാലും, ഇപ്പൊ ആക്സിയം 4 മിഷൻ നമ്മൾ കാണും, അല്ലെങ്കിൽ സുനിത വില്യംസ് ഒക്കെ തിരിച്ചിറങ്ങിയത്, ഇപ്പം വേണ്ട ആർട്ടേരിയ 2, അതായത് നാസ വീണ്ടും മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കാനുള്ള ഒരു ദൗത്യത്തിന്റെ ഭാഗമായിട്ട് നടത്തിയത്. അപ്പൊ അതെല്ലാം അവർ തിരിച്ചു വന്നിറങ്ങുന്ന കടലിലാണ്. അവരൊക്കെ ആണെങ്കിൽ അമേരിക്കയുടെ പസഫിക് സമുദ്രത്തിൽ വന്ന് ഇറങ്ങുന്നു. അപ്പൊ അവരെ ഒരു കപ്പൽ ഉപയോഗിച്ച് അവിടെ നിന്ന് രക്ഷിക്കുന്നു. അപ്പൊ ഈ ആഴക്കടലിൽ പേടകത്തിന് തീ പിടിച്ചിട്ടാണ്, അതായത് അന്തരീക്ഷത്തിലേക്ക് പ്രവർത്തിക്കുമ്പോൾ അത് തീ കത്തിച്ചിട്ടാണ് കൊണ്ടിറക്കുന്നത്. ആ സമയത്ത് അവിടുന്ന് കടലിൽ നിന്ന് അവരെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ കടലുമായി ബന്ധപ്പെട്ട് കടലിനെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഇന്ത്യക്കാരൻ ആരാണ്? അഭിലാഷ് ടോമിയാണ്. സോ ഈ ഗഗൻയാൻ മിഷന്റെ സാങ്കേതിക ഉപദേഷ്ടാവായിട്ട് റീസെന്റ് അഭിലാഷ് ടോമി അപ്പോയിന്റ് ചെയ്തു എന്നൊരു വലിയ വാർത്തയുണ്ടായിരുന്നു. അപ്പോൾ അഭിലാഷ് ടോമിക്ക് 2025 കേരള ശ്രീ പുരസ്കാരം കായിക മേഖലയിൽ ഉണ്ടായിരുന്നു. പായ്വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരനാണ് അദ്ദേഹം. ആ പായ്വഞ്ചിയുടെ പേര് മഥേയി എന്നായിരുന്നു. അപ്പൊ 5 പേര്. ശശികുമാർ മാധ്യമ പ്രവർത്തനം, ഷാഹൽ ഹസൻ മുസ്ലിയാർ വിദ്യാഭ്യാസം, MK വിമൽ ഗോവിന്ദ് സംരംഭം, ജിലുമോൾ മാരിയറ്റ് തോമസ് ഇൻഫ്ലുവൻസർ, അഭിലാഷ് ടോമി കായികം. പിന്നെ അഭിലാഷ് ടോമിയെ കുറിച്ച് ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞ പോയിന്റ്സും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുമാണ് 2025 കേരള പുരസ്കാരത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് കേരള ജ്യോതി ആർക്ക് ലഭിച്ചു? MR രാഘവ് വാര്യർ, വിദ്യാഭ്യാസ മേഖലയിലാണ്. കേരള പ്രഭ 2 പേർക്കാണ്. PB അനീഷ് കൃഷിയുമായി ബന്ധപ്പെട്ട് കാർഷിക മേഖലയിലും, രാജശ്രീ വാര്യർ കലാമേഖലയിലുമാണ്. പിന്നെ കേരള ശ്രീ 5 പേർക്ക് ലഭിച്ചു. ശശികുമാർ മാധ്യമ പ്രവർത്തനം, ഷഹൽ ഹസൻ മുസ്ലിയാർ വിദ്യാഭ്യാസം, MP വിമൽ ഗോവിന്ദ് സംരംഭം, ജിലുമോൾ മാരിയറ്റ് തോമസ് ഇൻഫ്ലുവൻസർ, അതേപോലെ അഭിലാഷ് ടോമി കായികം. ഇങ്ങനെ 8 പേർക്കാണ് ടോട്ടൽ പുരസ്കാരം. ഓരോ വ്യക്തികളെയും അവരുടെ മേഖലയും അതുപോലെ അവർക്ക് ലഭിച്ച അവാർഡുകളും കൃത്യമായി വേർതിരിച്ചു പഠിക്കണം. ഉറപ്പായിട്ടും ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാകും. അപ്പോൾ കേരള പുരസ്കാരം നൽകി തുടങ്ങിയത് 2022
അപ്പോൾ നമുക്കറിയാം ഹയസ്റ്റ് അവാർഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്? കേരള ജ്യോതിയാണ്. പ്രഥമ കേരള ജ്യോതി പുരസ്കാര ജേതാവ് MT വാസുദേവൻ നായരായിരുന്നു. എത്ര വർഷം കഴിഞ്ഞാലും പ്രാധാന്യമുള്ളതാണ് കേട്ടോ. ആദ്യത്തെ കേരള ജ്യോതി പുരസ്കാരം ആർക്കായിരുന്നു? MT വാസുദേവൻ നായർക്കായിരുന്നു 2022. 2023 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് T പത്മനാഭനാണ്. 2023 കേരള ജ്യോതി ആർക്കായിരുന്നു? T പത്മനാഭന്. 2024 കേരള ജ്യോതി MK സാനു. MK സാനു അന്തരിച്ചിരുന്നു. MK സാനു അന്തരിക്കുന്നതിന് മുമ്പാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയൊക്കെ പബ്ലിഷ് ചെയ്തത്. കർമ്മഗതി എന്നായിരുന്നു എന്റെ പേര്. MK സാനുവിന്റെ ആത്മകഥയുടെ പേരാണ് കർമ്മഗതി കേട്ടോ, ഓർത്തിരിക്കാം. അപ്പോൾ 2022 പ്രഥമ കേരള ജ്യോതി പുരസ്കാര ജേതാവ് MT വാസുദേവൻ നായർ. 2022 പ്രഥമ കേരള ജ്യോതി പുരസ്കാര ജേതാവരാണ് MT വാസുദേവൻ നായർ. 2023 ജേതാവ് T പത്മനാഭൻ. 2024 ജേതാവ് MK സാനു. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. പൊതുവിവരങ്ങൾ, അതായത് ഈ അവാർഡുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകുന്ന വ്യക്തികളെ ആദരിക്കുന്നതിനായി കേരള സർക്കാർ ഏർപ്പെടുത്തിയ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയാണ് ഇത്. 3 കാറ്റഗറി അവാർഡാണ് നമ്മൾ പഠിച്ചു. നവംബർ 1 ഇത് പ്രഖ്യാപിക്കുന്നത് കേട്ടോ. കേരളത്തിലെ സാഹിത്യ പുരസ്കാരങ്ങളിൽ ഏറ്റവും വലിയ പുരസ്കാരമാണ് ഇത്, എഴുത്തച്ഛൻ പുരസ്കാരം. ഈ എഴുത്തച്ഛൻ പുരസ്കാരം പ്രഖ്യാപിക്കുന്നത് നവംബർ 1. എത്ര വിഭാഗങ്ങളാണ് പുരസ്കാരം നൽകുന്നത്? 3 വിഭാഗങ്ങളാണ്. കേരള ജ്യോതി, കേരള പ്രഭ, കേരള ശ്രീ, ഇങ്ങനെ 3 വിഭാഗങ്ങളാണ്. പുരസ്കാര പട്ടിക അംഗീകരിക്കുന്നത് മന്ത്രിസഭയാണ്. അപ്പം ഒരു 2-3 അംഗങ്ങൾ അടങ്ങിയ സമിതിയെ ഇത് അവാർഡ് നിർണ്ണയിക്കാൻ വേണ്ടി ഒരു അവാർഡ് നിർണ്ണയ സമിതിയായിട്ട് ഇപ്പൊ 3 തവണയായിട്ടും അവാർഡ് നിർണ്ണയ സമിതിയുടെ ഹെഡായിട്ട് അടൂർ ഗോപാലകൃഷ്ണനെയാണ് വെക്കാറുള്ളത്. മന്ത്രിസഭ ഇവരൊരു ലിസ്റ്റ് തയ്യാറാക്കി മന്ത്രിസഭ അതിന് അംഗീകാരം നൽകിയാണിത്. പുരസ്കാരം വിതരണം ചെയ്യുന്നത് കേരള ഗവർണറാണ്. കാരണം പത്മ പുരസ്കാരങ്ങൾ നമ്മൾ കാണാറുണ്ട് രാഷ്ട്രപതി, അതിന് സമാനമായിട്ട് പുരസ്കാരം വിതരണം ചെയ്യുന്നവരാണ് കേരള ഗവർണറാണ്. ഈ വിതരണത്തിന്റെ പ്രധാന വേദി ലോക് ഭവനാണ്. ലോക് ഭവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവർണറുടെ ഔദ്യോഗിക വസതിയാണ് ലോക് ഭവൻ. മനസ്സിലായല്ലോ? അപ്പോൾ പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകുന്ന വ്യക്തികളെ ആദരിക്കുന്നതിനായി കേരള സർക്കാർ ഏർപ്പെടുത്തിയ സംസ്ഥാനത്തെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതികളാണിത്. പ്രഖ്യാപിക്കുന്ന എന്നാണ്? നവംബർ 1. 3 വിഭാഗങ്ങളായിട്ട് പ്രഖ്യാപിക്കാൻ പറഞ്ഞല്ലോ. പരമാവധി 10 പേർക്ക് കൊടുക്കാവുന്ന രീതിയിലാണ് ഇത് സ്ട്രക്ചർ ചെയ്യുന്നത്. അതായത് കേരള ജ്യോതി ഒരാൾക്കേ പാടുള്ളൂ, കേരള പ്രഭ പരമാവധി 3 പേർക്ക്, എന്നിട്ട് കേരള ശ്രീ പുരസ്കാരം 6 പേർക്ക്, അങ്ങനെ 10 പേർക്ക് കൊടുക്കാവുന്ന രീതിയിലാണ് എപ്പോഴും സ്ട്രക്ചർ ചെയ്യുന്നത്. പിന്നെ പുരസ്കാരം വിതരണം ചെയ്യുന്നത് കേരള ഗവർണറാണ്. വിതരണത്തിന്റെ പ്രധാന വേദി ലോക് ഭവൻ ആണ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേരള പുരസ്കാരത്തെ കുറിച്ച് പഠിക്കേണ്ടത്. അപ്പൊ കേരള സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരമായിട്ട് തീർച്ചയായിട്ടും എഴുതുന്ന ഓരോ പരീക്ഷയിലും ഡയറക്റ്റ് ആയിട്ടോ സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ ക്വസ്റ്റൻ ഉണ്ടാകും. കൃത്യമായി എല്ലാവരും ഇത് പഠിച്ചെടുത്തു എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.